ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചൈനീസ് സ്റ്റാർട്ടറായ ഫ്രൈഡ് വോണ്ടോൺ ആണ്. ചിക്കനാണ് അതിൻ്റെ ഫില്ലിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ സ്റ്റാർട്ടർ. റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. നല്ല ക്രിസ്പി ആയിട്ടുള്ള വോണ്ടോണാണ്. വോണ്ടോൺ റാപ്പർ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതും അല്ലെങ്കിൽ ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഡിപ്പിംഗ് സോസ് തായ് സ്വീറ്റ് ചില്ലിയുടെ ഡിപ്പിംഗ് സോസാണ്. അത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വോണ്ടൺ റാപ്പർ ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കുന്നത് എഗ്ലെസ് റാപ്പറാണ്. മുട്ടയൊന്നും വേണ്ട. അരിച്ചെടുത്ത മൈദയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഞാൻ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. അതായത് 1 കപ്പ് എന്ന് പറഞ്ഞാൽ 125 ഗ്രാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പും നമ്മൾ ആ മൈദയും കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ മൈദയൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ പാക്കറ്റിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാകും പ്രോട്ടീൻ കണ്ടൻറ്റ്. അപ്പോൾ 11.7 അളവിലുള്ള പ്രോട്ടീൻ കണ്ടൻറ്റാണ് ഞാൻ അങ്ങനത്തെ ഒരു AP ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർക്കണം. വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് വീതം വെള്ളം ചേർക്കാവുള്ളൂ. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഒത്തിരി വെള്ളം ഒഴിക്കരുത്. ഓരോ ടേബിൾ സ്പൂൺ വീതം വെള്ളമാണ് ഒഴിച്ച് കുഴക്കുന്നത്. അത് ആദ്യം തന്നെ നമ്മൾ പുട്ടുപൊടി നനയ്ക്കുന്ന പോലെ അങ്ങനെയാണ് ആദ്യം കുഴക്കേണ്ടത്. അപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആദ്യം ഒഴിക്കുക. അതിനുശേഷം വീണ്ടും കുറച്ച് 1 ടേബിൾ സ്പൂൺ വീതം ഒഴിച്ച് നമുക്ക് ആ പൊടി എല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ബൈൻഡായി കിട്ടണം. ഓരോ പൊടിക്കനുസരിച്ചും വെള്ളത്തിന് ചെറിയ അങ്ങോട്ടും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഞാൻ ഈ മാവ് കുഴയ്ക്കാനായിട്ട് 70 ml വെള്ളമാണ് എടുത്തത്. ഏകദേശം 4.5 ടേബിൾ സ്പൂൺ വെള്ളം. അപ്പോൾ നമ്മൾ ആദ്യം ആ മുകളിലേക്കുള്ള മാവ് നല്ലതുപോലെ ഒന്ന് ആ വെള്ളമൊക്കെ കൊണ്ട് നനഞ്ഞ് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ആ പാത്രത്തിൻ്റെ അടിയിൽ, ആ ബൗളിൻ്റെ അടിയിൽ കുറച്ച് പൊടി കിടപ്പുണ്ടാവും. അപ്പോൾ അതിലേക്ക് പിന്നീട് നിങ്ങൾ ഒഴിക്കുമ്പോൾ 1/2 ടീസ്പൂൺ വീതം വെള്ളം ഒഴിച്ചിട്ടാണ് കുഴക്കേണ്ടത്. ആ പൊടി എല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് എല്ലാം കൂടെ കൂടി ഉരുണ്ട് അങ്ങ് കിട്ടണം. നല്ലതുപോലെ കുഴയ്ക്കുക. ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ കുഴയ്ക്കണം. അപ്പോൾ ഞാനൊരു 4 മിനിറ്റ് മാവ് നല്ലതുപോലെ കുഴച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഇനി നമുക്കിതൊരു 3/4 മണിക്കൂർ അടച്ചു വയ്ക്കണം. 45 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വീണ്ടും എടുക്കാം. ഇപ്പോൾ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി മാവ് വീണ്ടും നല്ലതുപോലെ കുഴയ്ക്കണം. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നീട്ടി വലിക്കുക, എന്നിട്ടത് മടക്കണം. മടക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആംഗിൾ തിരിച്ചു വയ്ക്കുക. തിരിച്ചു വെച്ചിട്ട് വീണ്ടും ആദ്യത്തെ സ്റ്റെപ്പ് പോലെ തന്നെ നീട്ടി കൈ കൊണ്ട് ഇങ്ങനെ വലിച്ച് ആ മാവിനെ നല്ലതുപോലെ കുഴയ്ക്കണം. വീണ്ടും മടക്കുക, വീണ്ടും 90 ഡിഗ്രി ആംഗിളിലേക്ക് തിരിച്ചിട്ട് കുഴയ്ക്കുക. ഇത് തന്നെ ഒരു 6-7 മിനിറ്റ് നല്ലതുപോലെ ഈ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യണം. അപ്പോഴാണ് നല്ലതുപോലെ കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് വരും മാവ്. എന്നിട്ട് നല്ലതുപോലെ ഉരുട്ടി അതങ്ങനെ ആ മാവ് വയ്ക്കുക. ഇനി മാവ് വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 1.5 മണിക്കൂർ മാവ് വീണ്ടും അടച്ചു വയ്ക്കണം. ഇനി വേണ്ടത് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 200 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്താണ്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്. 3 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 25 ഗ്രാം ക്യാരറ്റ് അരിഞ്ഞത്. സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ. ഉപ്പ് 1/4 ടീസ്പൂണിലും കുറച്ചിട്ടാൽ മതി. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1 ടീസ്പൂൺ. വെള്ള കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. കറുത്ത കുരുമുളക് പൊടി ചേർക്കുമ്പോൾ കുറച്ചൊരു കുത്തൽ, ആ കുരുമുളകിൻ്റെ കുത്തൽ വരും. അതുകൊണ്ടാണ് വെള്ള കുരുമുളക് പൊടി ചേർക്കുന്നത്. സോയ സോസ് 1 ടീസ്പൂൺ. ഡാർക്ക് സോയ സോസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ലെണ്ണ, നമ്മുടെ എള്ളെണ്ണയാണ്. എള്ളെണ്ണ 1 ടീസ്പൂൺ. കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ.
ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നമുക്കിത് 1.5 മണിക്കൂർ കഴിയുമ്പോഴാണ് നമ്മളിനി അടുത്തത് എടുക്കണം. മാവ് വീണ്ടും കുഴച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതുവരെ നമുക്കിത് വേണമെങ്കിൽ ഈ ഫില്ലിംഗ് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇപ്പോൾ ഈ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മാവ് കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഈ മാവിന് നമുക്ക് ഒരു സൈഡ് ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കിയെടുക്കാം. അതേപോലെ തന്നെ മറ്റേ മാവും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുക. ഈ മാവ് നമുക്ക് പരത്തിയെടുക്കണം. ഇടയ്ക്ക് ഞാൻ കുറച്ച് കോൺഫ്ലോർ ഇട്ടിട്ടാണ് പരത്തുന്നത്. കോൺഫ്ലോറിൽ ഗ്ലൂട്ടൻ ഇല്ല, അതുകൊണ്ടാണ് കോൺഫ്ലോർ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി രണ്ടും ഒരേ ഈക്വലായിട്ട് പരത്തുക. എന്നിട്ട് ഒരു മാവിൻ്റെ മുകളിൽ കുറച്ച് കോൺഫ്ലോർ തൂക്കിയിട്ട് നമ്മൾ ആദ്യം പരത്തി വെച്ച ആ മാവ് എടുത്ത് അതിൻ്റെ മുകളിൽ ഇടുക. ഇനി രണ്ട് മാവും കൂടെ ഒന്നിച്ച് നമുക്ക് പരത്താം. അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് ഇങ്ങനെ രണ്ടും കൂടി ഒന്നിച്ചിട്ട് പരത്തുമ്പോൾ. കുറേ ചൈനീസ് വീഡിയോസെല്ലാം ഞാൻ കണ്ടു. അപ്പോൾ അതിലെല്ലാം ഈ മാവ് പരത്തുമ്പോൾ എല്ലാം അവരിങ്ങനെ ആ റോളറിലേക്ക് മാവ് ഒന്ന് ചുരുട്ടിയെടുക്കുക, എന്നിട്ട് അങ്ങ് പരത്തും. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് നീണ്ടു വരും. ഇനി മാക്സിമം കനം കുറച്ച് പരത്തുക. ഇപ്പോൾ ഇടയ്ക്ക് പൊടി ഇല്ലെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ രണ്ടും ഷീറ്റും കൂടിയിട്ട് ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ ഈ ഷീറ്റ് നമ്മൾ പരത്തുമ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ കനം കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെയെല്ലാം വീണ്ടും പരത്തണം. ഇപ്പോൾ നമ്മൾ മുകളിലത്തെ ഷീറ്റ് കുറച്ച് തിന്നായിട്ടും അടിയിലത്തെ ഷീറ്റ് അത്ര തിന്നല്ല. നമ്മൾ ആ മാവ് എടുക്കുമ്പോൾ ഉള്ള വ്യത്യാസം ചിലപ്പോൾ വരുന്നുണ്ടാവില്ല. വലുതും ചെറുതുമായിട്ടുള്ള ഉരുളയായിരിക്കും നമ്മൾ ചിലപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ മുകളിലത്തെ ഷീറ്റും താഴത്തെ ഷീറ്റും നമ്മൾ ചെറിയൊരു തിക്നെസ്സിന് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മുകളിലത്തെ ഷീറ്റ് ഏതാണോ തിക്ക് കൂടുതലുള്ള അതൊന്നും കൂടി നല്ലതുപോലെ പരത്തണം. മാവ് നല്ലതുപോലെ കനം കുറച്ച് പരത്തിയിട്ട് നമ്മൾ ഒരു ഷീറ്റ് എടുത്ത് കൈയുടെ മുകളിലെടുത്ത് വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് മാവിൻ്റെ മുകളിൽ കൂടെ കൈ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ആ മാറ്റിൻ്റെ ഡിസൈൻ നമുക്ക് മാവിൻ്റെ മുകളിൽ കൂടെ കാണാൻ പറ്റും. അത്ര കനം കുറച്ച് പരത്തണം. ഇപ്പോൾ ഞാൻ ഈ ഷീറ്റ് ഒരു 12 ഇഞ്ച് നീളവും 11 ഇഞ്ച് വീതിയിലാണ് പരത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇത് നേരെ ഞാൻ കട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ പരത്തിയ ഷീറ്റിൻ്റെ മുകളിൽ കുറച്ച് കോൺഫ്ലവർ തൂകണം. എന്നിട്ട് നമ്മൾ ഒരു സൈഡിലുള്ള ഷീറ്റ് എടുത്തിട്ട് മറ്റേ സൈഡിലെ ഷീറ്റിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. അത് ലെവലാക്കി വെക്കണം. വീണ്ടും അത് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റണം.
ഇനി സൈഡിൽ നിന്നുള്ളതെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം 3 ഇഞ്ച് വീതിയിലാണ് ഞാനിപ്പോൾ ഷീറ്റ് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഷീറ്റിൽ നിന്ന് ഒരു ഷീറ്റ് എടുത്തിട്ട് ആ അളവിൽ തന്നെ, ആ 3 ഇഞ്ച് അളവിൽ തന്നെ ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ടത് സ്ക്വയറായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച പീസിൻ്റെ സൈഡും കട്ട് ചെയ്ത് മാറ്റണം. മൂന്ന് ഇഞ്ചിൻ്റെ സ്ക്വയർ പീസാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് സ്ക്വയർ പീസിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് മറ്റേ ഷീറ്റിൻ്റെ മുകളിലേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത്രയും നല്ലപോലെ തിന്നായിട്ട് ഞാൻ പരത്തി കഴിഞ്ഞാൽ 125 ഗ്രാം മൈദയിൽ നിന്ന് അല്ലെങ്കിൽ 1 കപ്പ് മൈദയിൽ നിന്ന് എനിക്ക് 22 മുതൽ 25 വോണ്ടൺ റാപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത മാവ് വീണ്ടും കുഴച്ചെടുത്ത് പരത്തി ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ്, അതും കൂടെ കൂട്ടിയിട്ടാണ് ഈ അളവ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ വോണ്ടൺ റാപ്പേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വയ്ക്കണമെങ്കിൽ ഒരു വോണ്ടൺ റാപ്പർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കോൺഫ്ലോർ ഇടുക. വീണ്ടും ഒരു വോണ്ടൺ റാപ്പർ എടുക്കുക, കോൺഫ്ലോർ ഇടുക. അങ്ങനെ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ 10 അല്ലെങ്കിൽ 12 എത്ര നമ്പേഴ്സാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ എടുത്ത് വെച്ചിട്ട് ഫ്രീസർ ബാഗിലാക്കിയിട്ട് നമ്മളത് ഫ്രീസറിൽ വെച്ചാലും മതി. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് പുറത്തേക്ക് എടുത്ത് നല്ലതുപോലെ തണുപ്പെല്ലാം പോയ ശേഷം ഫില്ലിങ് വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. 2-3 ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഇതേപോലെ തന്നെ അടുക്കായിട്ട് വെച്ചിട്ട് നമ്മളൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ മാവാണ്. അത് വീണ്ടും നല്ലതുപോലെ കുഴയ്ക്കണം. കുഴച്ച ശേഷം കുറച്ച് നേരം, ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ അത് വീണ്ടും കവർ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് വേണം പരത്തി ഇതേപോലെ തന്നെ ഈ അളവിലോ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് വോണ്ടോൺസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു റാപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ ഫില്ലിങ് എടുത്ത് വയ്ക്കണം. 1 ടീസ്പൂൺ മതി, അതിൽ കൂടുതൽ വയ്ക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം 2 സൈഡിലും കുറച്ച് വെള്ളം തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് അത് ട്രയാങ്കിളായിട്ട് മടക്കുക. അറ്റഭാഗം എല്ലാം നല്ലതുപോലെ പ്രസ് ചെയ്യണം. അതിനുശേഷം ട്രയാങ്കിൾ തിരിച്ച് വയ്ക്കുക. തിരിച്ച് വെച്ചിട്ട് ഒരു സൈഡിൽ കുറച്ച് വെള്ളം തേച്ച് പിടിപ്പിച്ചിട്ട് അത് മറ്റേ സൈഡ് ഇതിലേക്ക് വന്നിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പാണിത്. ഒത്തിരി ഷേപ്സിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വോണ്ടോൺസ്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കുക. വോണ്ടോണിൻ്റെ സൂപ്പുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് ചെമ്മീനൊക്കെ വെക്കാവുന്നതാണ്. പോർക്ക് വെക്കുന്നവരുണ്ട്, പോർക്കും ചെമ്മീനും കൂടെ മിക്സ് ആയിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള വോണ്ടോൺസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വറക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിത് വോണ്ടോൺസ് വറുത്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ എണ്ണ വെക്കേണ്ട, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുക്കുന്നത്. അത് ഫില്ലിംഗ് ഒക്കെ നമുക്ക് വെന്ത് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടുക. പകുതി ഫ്രൈ ആയി കഴിയുമ്പോൾ ഞാനത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. അപ്പോൾ ലൈറ്റ് കളറായിട്ടാണ് വന്നിട്ടുള്ളൂ. ഉടനെ തന്നെ നമ്മളത് എണ്ണയിലേക്ക് വീണ്ടും ഇടണം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഡബിൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും.
ഇനി തീ കുറച്ച് വയ്ക്കുക. ഇത് ഇളക്കിയിട്ടിട്ട് ആ സൈഡിലൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. 4 മുതൽ 5 മിനിറ്റ് മതി ഫ്രൈ ആയി കിട്ടാനായിട്ട്. അപ്പോൾ ഇത് നല്ലൊരു കളറായിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം.